ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. ഇന്ന് മീൻ കിട്ടിയത് മങ്കട എന്ന് പറയുന്ന മീനാണ്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 മങ്കട കിട്ടിയിട്ടുണ്ട്. ആ 4 മങ്കട ആണ് ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത്. അത് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി അത് തയ്യാറാക്കിയ വീഡിയോ കട്ടായിപ്പോയി. അതും ബാക്കി മുതലാണ് പറയുന്നത്. ഇഞ്ചി വെളുത്തുള്ളി അല്പം എണ്ണയൊഴിച്ച് അത് വഴറ്റി അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്ത് ശേഷം പുളി, നമ്മുടെ കുടംപുളി 3-4 കഷ്ണം കഴുകി ഒരു പാത്രത്തിലിട്ട് തിളപ്പിച്ച് വയ്ക്കണം, പുളിവെള്ളം ഒഴിക്കാനായിട്ട്. എന്നിട്ട് ചട്ടി അടുപ്പ് വെച്ച് കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞ് കറിവേപ്പില ഇട്ടിട്ട് അരച്ച് വെച്ചിരിക്കുന്ന മസാല, അതായത് ഇഞ്ചിയും വെളുത്തുള്ളി, മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് അരച്ച് മിക്സ് ചെയ്ത് വച്ചിരിക്കുന്നു. ഇതാണ് അരച്ചത്. അത് കടുക് പൊട്ടി ചട്ടി ഒരുമാതിരി ബ്രൗൺ കളറാകുമ്പോഴേക്ക് ഈ അരപ്പൊഴിച്ച് തിളപ്പിക്കണം. നന്നായി വഴറ്റിയിട്ട് പുളിവെള്ളം ഒഴിക്കണം. പുളി ഇങ്ങനെ തിളപ്പിച്ചൊഴിക്കുന്നതെന്ന് പറഞ്ഞാൽ, പുളിയായിട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പം മീൻ വെന്ത് വാങ്ങി വെച്ച് കഴിയും തോറും മീനെ പിടിച്ച് ഒരുപാട് പുളിയാകും. ഇങ്ങനെ തിളപ്പിച്ച് ആ പുളിവെള്ളം ഒഴിച്ചാൽ മീനിന് കണക്കിനുള്ള പുളി മാത്രമേ മീനിന് കിട്ടുകയുള്ളൂ. പുളിവെള്ളം ഒഴിക്കുന്നത്, പുളി ഇട്ട് മീൻകറി വെച്ചാൽ ആ കറി ഇരിക്കുന്നതിൻ്റെ അനുസരിച്ച് പുളി ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും. തിളപ്പിച്ചൊഴിക്കുമ്പോൾ കറക്റ്റിനുള്ള പുളി ആ മീനിന് കിട്ടും. ഇത് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് തിളച്ചിട്ട് കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണത്തിലോട്ട് അരപ്പൊഴിക്കണം. മങ്കടയാണ്. അരപ്പ് നന്നായി തിളയ്ക്കണം. പുളി ഉപ്പും കൂടെ ഇട്ട് തിളപ്പിച്ചതാണ്. മീൻ വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം അരപ്പിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്ത് അടച്ച് തീ കത്തിക്കണം. ഇത് സ്റ്റവ് ഫ്ലെയിം കൂട്ടി തന്നെ വെച്ച് വേവിച്ചിട്ട്
ഒരുമാതിരി നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ഫ്ലെയിം കുറച്ച് വെച്ച് പതിയെ വേവണം. അല്പം ഉലുവാപ്പൊടിയും കൂടി വിതറണം. പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് നോക്കി പുളിക്ക് നമ്മൾ പുളി ഈ ഉപ്പും കൂടാണ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചത്. ആ പുളി ഇനിയും നമുക്ക് അടുത്ത മീൻകറി വയ്ക്കുന്നതിനും ആ പുളി തന്നെ എടുക്കാം. കാരണം ആ പുളി എടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ മതി. നമ്മൾ ഇനി അടുത്ത മീൻകറി വയ്ക്കുമ്പോൾ ആ പുളി വേറെ പുളി ചേർക്കണ്ട. അതേ ആ പുളി തന്നെ നമുക്ക് അടുത്ത മീൻകറിക്കും എടുക്കാം. പുളി മീനിനകത്ത് ഇട്ട് വയ്ക്കുവാണെങ്കിൽ ആ പുളി പിന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ പുളി തിളപ്പിച്ച് ഒഴിക്കുമ്പോൾ 2 ദിവസം